ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ശ്യാമള സുകുമാരൻ എന്ന് പറയുന്ന ഒരു ചേച്ചിക്ക് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും അതുപോലെ തന്നെ ഈ സപ്പോർട്ടിനും. അപ്പോൾ എന്തായാലും നമ്മുടെ കഥയിലേക്ക് കിടക്കാം. ഇന്നാണ് നമ്മുടെ ലച്ചു അളകാപുരിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ലച്ചുവിനെ കൊണ്ടുവന്നാക്കാനായിട്ട് അഭി ഇങ്ങനെ നിൽക്കുക. ജാനകി ഇറങ്ങി വന്നപ്പോൾ ജാനകി, നിന്റെ തീരുമാനമാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള ശരിയായ തീരുമാനമെന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ അഭിയേട്ട ഇത്? അഭിയേട്ടൻ്റെ സ്വരത്തിൽ ഒരു കീഴടങ്ങലിൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ. ആരുടെ മുന്നിലും അഭിയേട്ടൻ കീഴടങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് ജാനകി പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ സ്വന്തം നിഴലിനോട് തന്നെ യുദ്ധം ചെയ്യുന്നവരാണെന്നും അമ്മയോട് തന്നെ യുദ്ധം ചെയ്യുന്നു, അപർണ അവളോട് യുദ്ധം ചെയ്യുന്നു, അതുപോലെ തന്നെ അജയോട് തന്നെ യുദ്ധം ചെയ്യുന്നു. ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണെന്ന കാര്യവും ഇങ്ങനെ പറഞ്ഞ് എല്ലാം കണ്ടും കേട്ടും പുതിയ അറിവുകൾക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങി പോകുന്നതാണ് ജാനകി എന്ന് അഭി ഇങ്ങനെ ജാനകിയോട് പറയണം. മനസ്സേ മൊരടിച്ചു പോയി. സഹതാപമാണോ വേദനയാണോ എന്താണുള്ളതെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ, അച്ഛനെ വിട്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കിറങ്ങി പോകാമായിരുന്നു ഈ വീട്ടിൽ നിന്ന്, ജാനകി അന്നേരം പറഞ്ഞു. നമ്മുടെ കൂടെ അച്ഛൻ വരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാമായിരുന്നു, നമ്മുടെ വഴി നോക്കി നമുക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് ലച്ചുവും അതുപോലെ പൊന്നും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ലച്ചു ബാഗൊക്കെ ആയിട്ട് വന്നു. ജാനി അടുത്തി ഞാൻ പോവുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടുക, മോളെങ്കിലും പോയി രക്ഷപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറയണു. നിന്റെ ഭാഗ്യത്തിനാ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്റ്റൽ നല്ലത് കിട്ടിയത്. നിന്റെ കൂടെ പഠിക്കുന്ന വേറെയും കുട്ടികളൊക്കെ അവിടെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ജാനകിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അതുപോലെ തന്നെ പൊന്നുവിനെ പിരിയുന്ന സങ്കടം ലച്ചുവിനും. അപ്പോൾ മേനോൻ സാറ് തന്നെയാണ് ആ ഹോസ്റ്റലിൽ റെക്കമെൻഡ് ചെയ്തതെന്നും ഇവൾക്ക് അവിടെ യാതൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നും അഭി അന്നേരം ഇവരോട് ഉറപ്പ് കൊടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് നമ്മുടെ ലച്ചുവിനോട് നന്നായി പഠിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ജാനകിയടുത്തിയുടെ പ്രാർത്ഥന എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ജാനകി ലച്ചുവിനെ യാത്രയാക്കുക. അങ്ങനെ ഓരോരുത്തരോടായിട്ട് യാത്ര ചോദിക്കുന്ന കാര്യം ലച്ചു പറഞ്ഞു. പിന്നെ ആരോടും നീ യാത്ര ചോദിക്കേണ്ട ആവശ്യമില്ല, നീ ഇവിടുന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ പൊന്നുവിനെ കെട്ടിപ്പിടിച്ച ലച്ചു ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞു. രണ്ടുപേരും ഭയങ്കര കരച്ചിൽ. അങ്ങനെ ജാനകിയുടെയും കണ്ണ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ അഭിയേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ലച്ചുവിനോട് പറഞ്ഞു, അഭിയേട്ടൻ കാത്തു നിൽക്കുമ്പോൾ ചെല്ലാൻ പറഞ്ഞ് ലച്ചുവിനെ പറഞ്ഞു വിട്ടു. പൊന്നുവിന് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ ലച്ചു അവിടെ നിന്ന് പോവുകയാണ്. ലച്ചു ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോവുക കേട്ടോ. അങ്ങനെ അവർ പോയി. ജാനകി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് സിറ്റിയിൽ വെച്ച് നമ്മുടെ കൊച്ചിന് വാങ്ങിക്കാനുള്ളതൊക്കെ മേടിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ വണ്ടിയിൽ വന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ തമ്പി എന്ന് പറയുന്ന ദുഷ്ടൻ അവിടെ വന്ന് നിൽക്കുക. പൊതുനിരത്ത് വെച്ച് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് പറ്റിയല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇപ്പം ഒന്ന് പറയാം, എടാ നിനക്ക് നന്നായിട്ട് അറിയാം നിൻ്റെ അച്ഛൻ്റെ നാടകം എന്താണെന്ന്. ഇനി അതൊക്കെ ദിവസമൊന്നും ആയുസില്ലടാ. സൂര്യയുടെ കള്ളക്കളി ഓരോന്നായിട്ട് ഞാൻ പൊളിക്കുവേടാ. എന്നെ മാത്രമല്ല ഉണ്ണിത്താൻ വക്കീലിനെയും നിൻ്റെ അച്ഛൻ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ കൊന്നു തിന്നാൻ നിൽക്കുന്ന നിങ്ങളുടെ മകള് പോലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇന്ന് വരെ വിശ്വസിച്ചിട്ടില്ല. പിന്നെയാണോ ഞാൻ എന്ന് അഭി ഇവനെ പുച്ഛിച്ചങ്ങ് ചിരിച്ചു. എൻ്റെ അച്ഛൻ എഴുന്നേറ്റ് വന്ന് നിങ്ങളെ തല്ലിയെങ്കിൽ അത് പോരെന്നേ ഞാൻ പറയത്തുള്ളൂ എന്ന് അഭി അന്നേരം തമ്പിയോട് പറയുക. തല്ലിയോ തന്നെ കൊല്ലുകയോ വേണ്ടതെന്നും അഭി തമ്പിയോട് പറഞ്ഞു. അത്രയ്ക്ക് നീചനാ നിങ്ങളെന്നും പറഞ്ഞു ഇവനെ കേട്ടിട്ട് കോട്ടഞ്ഞു. എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ച അന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ അവളെ അധിക്ഷേപിച്ചിരുന്നതെങ്കിൽ തമ്പി ഇന്ന് നിങ്ങളുടെ 2ാം ചരമദിനമായിരുന്നു എന്നും പറഞ്ഞ് അഭി അവനെ അവിടെ ഇട്ട് വലിച്ച് കീറിയില്ലേ. നിങ്ങളെ തേടി ഞാൻ വരാത്തതേ എൻ്റെ ഭീരുത്വം കൊണ്ടാണെന്നൊന്നും നീ കരുതണ്ട എന്ന് പറഞ്ഞു. എടാ എന്നെ ഞൊട്ടാൻ പോലും നിനക്ക് പറ്റത്തില്ല. ഞാൻ നിന്റെ തന്തയുടെ പേരിൽ കേസിന് പോകാൻ പോവാടാ. ഉണ്ണിത്താൻ വക്കീലും കക്ഷി ചേരും. കോടതി തീരുമാനിക്കട്ടെ ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന്. വരാൻ പോകുന്നതേ നീയും നിന്റെ തന്തയും സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങളാടാന്നൊക്കെ പറഞ്ഞ് തമ്പി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക. എടാ സൂര്യനാരായണനെ ഒരു മെഡിക്കൽ ടീം പരിശോധിക്കും, അങ്ങനെ കോടതി വിധിക്കും, നീ നോക്കിക്കോ. അപ്പോൾ തെളിയും അവൻ്റെ ഈ കള്ളക്കളിയൊക്കെ എന്താണെന്ന്. അതിനു മുന്നേ നീ ജയിലഴി എണ്ണില്ലെന്ന് ആര് കണ്ടു എന്ന് തമ്പിയോട് അഭി തിരിച്ചങ്ങ് ചോദിച്ചു. നാട് റോഡിലിട്ട് അവൻ ചവിട്ടി കൂട്ടുവാണ് തമ്പിയെ. നീ ചെയ്ത തെറ്റൊന്നും എൻ്റെ അച്ഛൻ ചെയ്തിട്ടില്ല തമ്പി. അച്ഛൻ നിന്നെ ഉൾപ്പെടെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നീയോ? നമ്മുടെ തമ്പി തലയാട്ടാൻ തുടങ്ങി. തമ്പി 10-26 വർഷം പിന്നിലേക്കൊന്ന് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വേണമെങ്കിൽ നിൽക്കുക കേട്ടോ. ഓർമ്മയുണ്ടോ വിശ്വനാഥൻ തമ്പിക്ക് ഒരു രാധാമണി വാരസ്യാരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തമ്പിയുടെ 2 കണ്ണും പറഞ്ഞ് നിലത്ത് വീണു. അങ്ങനെ തമ്പി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. പല്ല് ഉറുമിപ്പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഇവനിതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ തുളസിക്കതിരിൻ്റെ പരിശുദ്ധിയുള്ള ഒരു വാരസ്യാര് കുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. തമ്പിക്ക് മിണ്ടാട്ടമില്ല. തമ്പി മിണ്ടുന്നില്ല. അപ്പോൾ എങ്ങനെ ഓർമ്മയുണ്ടാവാനല്ലേ?
നീ നശിപ്പിച്ച് കളഞ്ഞതേ 1 2 പെണ്ണുങ്ങളെയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം ഏത് രാധാമണി, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണോടാ? ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് തമ്പിയെ ഉമ്മാക്കി കാണിച്ച് നീ വരട്ടാൻ നിൽക്കല്ലേ, അതുകൊണ്ടൊന്നും ഞാൻ വരണത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ തടി വരാൻ നോക്കുക. എടാ നിന്റെ തന്തയുടെ കപട നാടകം തമ്പി പൊളിച്ചിരിക്കും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അച്ഛൻ അസുഖം ഇല്ല എന്നല്ലേ നിനക്ക് സ്ഥാപിക്കാൻ പറ്റൂ? അതേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി അച്ഛനിപ്പോൾ എഴുന്നേറ്റിരിക്കാമെന്നുള്ളതായി. അച്ഛനെ ചികിത്സിച്ച ഡോക്ടറുടെ മിടുക്കാണതെന്നുള്ള കാര്യം അന്നേരം ഇങ്ങനെ പറയുവാട്ടോ നമ്മുടെ അഭി. പക്ഷേ രാധാമണി വാരസ്യാരുടെ കാര്യത്തിൽ തമ്പി എന്തു മറുപടി പറയും? അതൊന്ന് പറയാൻ പറഞ്ഞു. അതൊരു കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയാൻ തമ്പിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അന്ന് അവർ കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തതിന് തെളിവുകളുണ്ട്. അത് അവിടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം. എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. രാധാമണി വാരസ്യാരും മരിച്ചു പോയോ എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. തമ്പി ഞെട്ടി. അവർ നിനക്കെതിരെ തെളിവുകളുമായിട്ട് വന്നാലേ നിന്റെ ഗതി പിന്നെ എന്താകുമെന്ന് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു. അത് ഓർക്കുന്നത് വളരെ വളരെ നല്ലതാ തമ്പി. ഓർമ്മ വേണമെന്നും പറഞ്ഞ് നമ്മുടെ തമ്പിക്കിട്ട് കൊടുത്തില്ലേ. നീ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നതേ ആ അഭിറാമിനോടാ. ഇതുവരെയുള്ള അനുഭവം എന്താണെന്ന് നിനക്കറിയില്ലേ? കൊന്ന് കളയും ഞാൻ നിന്നെ, വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. തമ്പി മിണ്ടുന്നില്ല. നിന്റെ തലയ്ക്ക് മീതെ ഒരു വാളുണ്ടെന്ന് നീ എപ്പോഴും ഓർത്തു വെച്ചോ, അതാ നല്ലത്. ഡെമോക്രസിന്റെ വാളായിട്ട് നിന്റെ അന്ത്യം കാണാൻ നിന്റെ ജീവിതത്തിൽ അതുണ്ടാകും. നീ അത് മറക്കരുത് കേട്ടോ. അതെപ്പം നിന്റെ കഴുത്തിൽ വീഴണമെന്ന് ഈ അഭിറാമാടാ തീരുമാനിക്കാൻ പോകുന്നത്. എൻ്റെ അച്ഛനെ നീ ഒന്ന് കോടതി കയറ്റി നോക്ക്, കാണാൻ നമുക്ക് എന്നും പറഞ്ഞു നമ്മുടെ അബി അവിടെ നിന്ന് അങ്ങ് പോയി. തമ്പി ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ രാധാമണി എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതിവനറിയാവോ എന്ന് തമ്പി വിചാരിച്ചോണ്ട് അവിടെ നിൽക്കുക പോട്ടം തമ്പി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപർണ ഇങ്ങനെ ഇരുന്ന് ആലോചന അങ്ങ് തുടങ്ങി. അപ്പോൾ ജാനകി അതുവഴി അച്ഛൻ്റെ മുറിയിലേക്ക് പോകുന്നത് ഈ അപർണ കണ്ടു. വേഗം തന്നെ ജാനകി മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. മകളാണെന്ന് കണ്ടപ്പോഴത്തേക്കും അച്ഛൻ ചാടി എഴുന്നേറ്റിരുന്ന് ചായ കുടിക്കുക. അപ്പം അച്ഛൻ ഇന്നലെ ഉറങ്ങിയ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ കണ്ടിട്ട്. അപ്പോൾ മിടുക്കി, ഞാനത് നിന്നോട് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നീ എന്നോട് ചോദിച്ചല്ലേ? അല്ല, നീയും ഉറങ്ങിയിട്ടില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പം അച്ഛൻ അതൊന്നും മനസ്സിൽ വെക്കണ്ട, അഭിയേട്ടനോട് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് ജാനകി പറയാം. വിശ്വനാഥൻ്റെ കൂടെ ഉണ്ണിത്താനും കൂടി ഉണ്ടായത് എന്തായാലും ഭാഗ്യമായി. അല്ലെങ്കിലേ അവനെ ഞാൻ ഈ മുറിയിലിട്ട് തന്നെ തല്ലി ചതച്ചേനെ എന്നുള്ള കാര്യം സൂര്യ പറയോ. ഇപ്പോഴും എൻ്റെ കൈ പിടിക്കാനൊന്നും വിശ്വം വളർന്നിട്ടില്ലെന്ന് പറയുമ്പം പോട്ടെ അച്ഛാ, നമുക്ക് ആ വിഷയം വിട്ടുകളയാവെന്ന് പറഞ്ഞു. ഇന്നലത്തോടെ ഞാനും ആ ഭാരം ഇറക്കി വെച്ചു മോളേന്ന് പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ അപർണ വന്ന് വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഈ ജാനകി അച്ഛനോട് ഇങ്ങനെ പറയുന്നതൊക്കെ ഈ അപർണ കേൾക്കുന്നുണ്ടോ എന്നൊരിത്. അപ്പോൾ വന്ന് വാതിലിൽ ഇങ്ങനെ തുറക്കാൻ നോക്കി. അപ്പോൾ ഭാരമായി എന്നും അവശേഷിക്കും മോളെ, അതങ്ങനെ ഇല്ലാതായി പോകുന്നല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അത് മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുന്നതോ മറ്റൊരു മനസ്സിലേക്ക് ആകുമെന്നുള്ളത് മാത്രമാണ് സത്യമെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും അപർണ വാതിലിൻ്റെ ചോട്ടിൽ വന്ന് കൊട്ടു തുടങ്ങി. വാതിൽ തല്ലി പൊളിക്കാൻ നോക്കാം. അപ്പോഴത്തേക്കും പിന്നെ വേഗം അച്ഛൻ ഇങ്ങനെ കിടന്നു. ജാനകി വന്ന് വാതിൽ തുറന്നു. ജാനകി വന്ന് വാതിൽ തുറന്നപ്പം എന്താ ചെല്ല്, അച്ഛൻ കണ്ണു തുറന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അപർണ കയറി വട്ടം അങ്ങ് കൈയും വെച്ചങ്ങ് നിന്നു. എന്തിനാ വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നിന്നോടാരാ പറഞ്ഞത് ഞാൻ ഡോറ് ലോക്ക് ചെയ്തു എന്ന്? അപ്പം ഞാൻ തുറക്കാൻ നോക്കിയപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തുറന്നല്ലോ, നീ അകത്ത് ചെന്ന് അച്ഛനെ കാണാൻ പറഞ്ഞു ജാനകി. രോഗിയായ ഒരാൾക്ക് ചായ കൊടുക്കാൻ എന്തിനാ വാതിലൊക്കെ ലോക്ക് ചെയ്യുന്നതെന്ന് അപർണ അന്നേരം ജാനകിയോട് ചോദിക്കാം. അതിന് മാത്രം എന്ത് രഹസ്യം ഉള്ളത്? എനിക്കപ്പോൾ അങ്ങനെ തോന്നി. എന്താ എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ജാനകി ചോദിക്കുമ്പോൾ ഇവളിങ്ങനെ നിൽക്കുക. ഇനി രഹസ്യം ഉണ്ടെങ്കിൽ തന്നെ നീ അത് അങ്ങനെ തന്നെ കൂട്ടിക്കോളാനും പറഞ്ഞു ജാനകിയെ. അപ്പം ചായ ഇങ്ങനെ കൊണ്ടുവന്ന കപ്പ് നോക്കി. കപ്പിന് ഇപ്പോഴും ചെറിയ ചൂടുണ്ടല്ലോ. അച്ഛന് കൊടുത്തതേ ചായ അല്ലാതെ ജ്യൂസ് അല്ലാന്ന് ജാനകി പറഞ്ഞു. എഴുന്നേൽക്കാൻ വയ്യാതെ ജഡം പോലെ കിടക്കുന്ന ഒരാൾ എങ്ങനെ ചൂട് ചായ കുടിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ വായിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പോലെ ജാനകി ചോദിച്ചു. താഴോട്ട് ഇറക്കാൻ അച്ഛന് പ്രയാസമൊന്നുമില്ല. നീ എന്താടി എന്നെ പരിഹസിക്കുകയാണോ എന്ന് അപർണ ജാനകിയോട് ചോദിക്കുമ്പോൾ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും നിനക്ക് അറിയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറ, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജാനകി പോയപ്പോൾ എൻ്റെ അച്ഛൻ പറയുന്നതിൽ ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ? ആവി പറക്കുന്ന ചായയുമായിട്ട് അവൾ അകത്ത് കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞ കപ്പുമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തല്ലോ. എന്തോ കള്ളക്കളി നടക്കുന്നുണ്ടല്ലോ ഇതിൽ എന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയും മകനും, അതായത് അജയും പ്രഭാവതിയും കൂടെ അവിടെ നിന്ന് നിരഞ്ജനെ കൊത്തിപ്പറിക്കാൻ നോക്കുക.
ഇവളുടെ അച്ഛൻ്റെ മുന്നിൽ പോയി സ്ത്രീധനത്തിന് കൈനീട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അയാൾക്ക് എന്നോടൊരു മതിപ്പൊക്കെ വന്ന് തുടങ്ങിയതായിരുന്നു, അതല്ല ഇപ്പം നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയുമ്പോൾ അച്ഛനെ എന്തിനാ അജയ് ഡിപ്പെൻഡ് ചെയ്യുന്ന? ബിസിനസ് എന്ന മോഹം വിട്ട് അജയ്ക്ക് നേരിട്ട് കേസുകൾ ഏറ്റെടുത്ത് അന്തസ്സായിട്ട് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു അന്നേരത്തേക്കും ഭാര്യ. എനിക്ക് അങ്ങനെ ഒന്നിലും ഒതുങ്ങിക്കൂടുന്നത് ഇഷ്ടമല്ലെന്ന് അറിയാം അജയ്. നിനക്കും അറിയാവുന്ന കാര്യമല്ലേ അജയ്, സ്വത്തിൻ്റെ അവകാശത്തിൽ നിന്നെ എല്ലാവരും പറഞ്ഞു മോഹിപ്പിച്ചതാണെന്നുള്ളത്. എല്ലാത്തിലും എനിക്കൊരു പങ്കുണ്ടെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. അതിൽ നിന്ന് സംഭവിച്ചത് ഇതെല്ലാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനോട് പറയാം, നിരഞ്ജനയ്ക്ക് മൂക്കത്ത് വിരൽ വയ്ക്കാനാണ് തോന്നുന്നത്. നിന്റെ അമ്മ ഈ വീട്ടിൽ ജീവിക്കുന്നത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ നീ ഈ സമാധാനം കിടത്താനായിട്ട് ഇങ്ങോട്ട് വരുന്നേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നും പറഞ്ഞ് ഇവർ നിൽക്കുമ്പം ഇത് വല്ലാത്തൊരു പരീക്ഷണമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകൻ പറയാം. അപ്പോഴാണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ദ്രോഹിക്കും? എന്നിട്ടിപ്പോൾ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് കണ്ണടയ്ക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അപർണ ഇങ്ങനെ വന്നിട്ട് അജയ് പണത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് വേറെ വഴി നോക്കുന്നതാണ് നല്ലതെന്ന് ഇങ്ങനെ അപർണ പറയുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ പറഞ്ഞു കേട്ട അച്ഛൻ്റെ ആരോഗ്യ നിലയിൽ വെച്ചിട്ട് അച്ഛൻ ഇപ്പോഴും ഈ ലോകത്തുനിന്ന് പോകേണ്ടതായിരുന്നു, പക്ഷെ അച്ഛൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അച്ഛനും ഒക്കെ കൂടെ ചേർന്നൊരു അഭിനയ നാടകം തന്നെ നടത്തുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ പറയുമ്പം അപർണെ, നിന്റെ അച്ഛൻ പറഞ്ഞു നടക്കുന്നത് നീയും വിശ്വസിച്ച് തുടങ്ങിയോ എന്ന് അമ്മ ചോദിക്കുക. അപർണ പറ, എന്താ കാര്യമെന്ന് ചോദിച്ചു അജയ്. അപ്പോൾ അജയ് ഇവിടെ ഇല്ലാത്തപ്പോൾ ചിലതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അപർണ പറയാം. അപ്പോൾ എൻ്റെ അച്ഛൻ ഇരട്ടടി കിട്ടിയത് അറിഞ്ഞപ്പോൾ ഞാൻ CCTV ഫോട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയതാ. രാത്രി 10 മണി മുതൽ 12 മണി വരെ CCTVയിൽ ഒന്നും തെളിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതാരെങ്കിലും ഓഫ് ചെയ്തതാണെന്ന് പറയാൻ പറ്റുമോ എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കപട നാടകം അരങ്ങേറുന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്നു അജയ്. രോഗം നടിച്ചു കിടന്ന് മറ്റുള്ളവരെ കബളിപ്പിക്കുകയാണെങ്കിലേ ലോകം മുഴുവനും ഞാനത് അറിയിക്കുമെന്ന് അജയ് പറയുമ്പോൾ കഷ്ടം തന്നെ. അച്ഛനെ പോലെ ഒരാൾ ആരെ ബോധ്യപ്പെടുത്താൻ എങ്ങനെ കിടക്കുന്നതെന്ന് നിരഞ്ജന നേരം അജയോട് ചോദിക്കാം. അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം മക്കൾക്ക് വീതിച്ചു കൊടുത്തു, എന്നിട്ടും സംശയിക്കുന്നു നാണുമില്ലല്ലോ നിങ്ങൾക്കൊന്നും പറഞ്ഞ് നിരഞ്ജന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതും പറഞ്ഞ് നിരഞ്ജന അങ്ങ് പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ നമുക്ക് ഈ നാടകം പൊളിക്കണം അജയ്, അല്ലാതെ ശരിയാവില്ല. ഇതിൽ നിന്ന് പിന്മാറാതെ മകൻ്റെ സ്ഥാനത്ത് വന്നു നിന്ന് അജയ് അച്ഛനെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ഈ കള്ളക്കളിയൊക്കെ പൊളിക്കാവുന്നതേ ഉള്ളൂ എന്ന കാര്യം പറയുവാണ് ഈ അപർണ. അപ്പോൾ പ്രഭാവതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അജയ് എന്നിട്ട് അതിൻ്റെ തീരുമാനത്തിലാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബി അച്ഛനെ കാണാൻ റൂമിലേക്ക് വന്നു. ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അച്ഛൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. നീ അച്ഛനോട് ക്ഷമിക്കടാ മോനെ എന്ന് അച്ഛൻ പറയാം. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിലെ അച്ഛൻ നിന്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ പാടില്ലായിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയും അഭിയോട്. എന്നിലൂടെ ആ ഒരു സത്യം അസ്തമിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ശപഥമായി ആയിരുന്നു, പക്ഷെ അത് മാറിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ദൈവത്തിനോടാണ് അച്ഛാ ഞാനിപ്പോൾ നന്ദി പറയുന്നതെന്ന് അഭി അന്നേരം പറയാം. പക്ഷേ ജാനകി ഒന്നും അറിയാൻ പാടില്ല എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞു. അവൾ ഈ സത്യം അറിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഒരിക്കലും നിന്നൊന്നും വരില്ല എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അവളോട് നീ ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതം കൂടി അത് നീ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് മുൻകൂട്ടി ചിന്തിച്ചിട്ട് വേണം പറയാനെന്നും അച്ഛൻ മോനോട് പറയുവാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതുകൊണ്ട് ഒരിക്കലും ഒരു ദോഷവും സംഭവിച്ചു കൂടെന്നും അച്ഛൻ ഇങ്ങനെ പറയണം. ഞാനത് അവളോട് പറയാതെ നിന്നോട് തന്നെ പറഞ്ഞത് നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ നിനക്ക് ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ബോധം കൊണ്ടാണെന്ന് പറയുമ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകുന്നുണ്ട് അച്ഛാ. അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയുന്നതിനേക്കാളും അവൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നതേ അമ്മയെ അറിയാനാണെന്നുള്ള കാര്യം പറഞ്ഞു. ഇത്രയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടും അവളുടെ ആ ഒരു ആഗ്രഹത്തിനെതിരെ മുഖം തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല അച്ഛാ എന്ന് തറപ്പിച്ച് പറഞ്ഞു അഭി. പിന്നെ നീ എന്താ മോനെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയെ കണ്ടെത്തുമോ എന്നുള്ള കാര്യം പറയുവാണ്. ഇന്നലെ ആ ഷോക്കിനിടയിൽ എനിക്ക് അച്ഛനോടൊന്നും ചോദിക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്, അതായത് രാധാമണിയെ പറ്റി. അപ്പോൾ അവൾക്ക് മാനസിക നിലയിൽ തകരാറ് സംഭവിച്ച നിലയിൽ എന്നുള്ളൊരു അറിവ് മാത്രമല്ലേ ഉള്ളൂ എന്ന കാര്യം ഇങ്ങനെ ചോദിക്കാം. പിന്നെ അവൾ എവിടെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരാൾക്ക് എത്ര കാലം ജീവിക്കാനാകും? അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ശരിയാ, ഒരു പക്ഷേ രോഗത്തിന് ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞു. ജീവിച്ചിരിപ്പില്ലെങ്കിലും ഒന്ന് അന്വേഷിച്ച് വെക്കെങ്കിലും വേണ്ടേ അച്ഛാന്ന് ചോദിച്ചു. ഇല്ലെങ്കിലേ എൻ്റെ മനസ്സിൽ അതൊരു കുറ്റബോധമായിട്ട് എന്നും അവശേഷിക്കുന്നുള്ള കാര്യം അഭി പറയുവാണ്. മരിച്ചു പോയി എന്ന് അവരറിയാവുന്ന ഒരാളെങ്കിലും പറയാതെ എനിക്ക് മനഃശാന്തി കിട്ടില്ല അച്ഛാ, ഞാനത് കണ്ടെത്തിയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അഭി അച്ഛൻ്റെ മുന്നിൽ ഇരുന്ന് പറയുന്നു. ഇത് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരു കർത്തവ്യമാണെന്നും ഞാൻ എൻ്റെ ഭാര്യയോട് ചെയ്യേണ്ട കടമയാണതെന്നും അഭി ഇങ്ങനെ പറഞ്ഞു. ഈ ഷോക്കിൽ നിന്നും ഞാൻ മോചനം നേടിയത് ഇങ്ങനെ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിൽ വീണതുകൊണ്ടാണെന്ന കാര്യവും അഭി ഇങ്ങനെ പറയാം. അവിടെ തമ്പിയൊന്നും എനിക്കൊരു വിഷയമല്ല, എന്ത് വില കൊടുത്തും
ജാനകിയുടെ അമ്മയെ ഞാൻ കണ്ടെത്തും. അവർ മരിച്ചുപോയെങ്കിൽ അവരെ പറ്റിയുള്ള ഓർമ്മകൾ ഒരു ഫോട്ടോയോ എനിക്ക് ജാനകിക്ക് കൈമാറാൻ കഴിയില്ലേ അച്ഛാന്ന് ചോദിച്ചു. എന്നിട്ട് ഇതാണ് നിന്റെ അമ്മയെന്ന് എനിക്ക് ജാനകിയോട് പറഞ്ഞൂടെ അച്ഛാന്ന് ചോദിച്ചു. അവരിനിയും ഈ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ എനിക്ക് അവരെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന കാര്യവും അഭി പറയുക. തമ്പിയുടെയും മകളുടെയും മുന്നിൽ ആ സ്ത്രീയെ നിർത്തി എനിക്ക് അവരോട് പറയണം ഇതാണ് ജാനകിയുടെ അമ്മ എന്ന്. അതൊക്കെ കേട്ട് അച്ഛൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുവാണ്. ആ സമയത്തുള്ള തമ്പിയുടെ മുഖം എനിക്ക് കാണണം അച്ഛാ, അയാളെ എനിക്ക് കാണണം. ആരാണ് ജാനകിയുടെ അച്ഛനെന്ന അപർണയുടെ ചോദ്യത്തിന് മുന്നിൽ തമ്പി ഒരു പിടി ചാരമായി ഊർന്നു വീഴുന്നത് എനിക്ക് കാണണം അച്ഛാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി വെല്ലുവിളിക്കുകയാണ് അവിടെ ഇരുന്ന്. ഇതൊക്കെ കേട്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.